ഹലോ ഗൈസ്, സോ വെൽക്കം ടു മൈ ചാനൽ ഹർഷാസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് തോട്ടത മനെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്മൂനെയും മമ്മിയും ഒക്കെ പിക്ക് ചെയ്യാനായിട്ട് പോവാം. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഹെസർഗട്ടയിലേക്കാണ് പോകുന്നത്. സോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് മമ്മി വരാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് സോങ് ഒക്കെ വെച്ച് നോക്കാം. അപ്പോഴേ ഇംഗ്ലീഷ് സോങ് എവിടെ വരുന്നതെന്ന് അറിയാം. We are waiting with the Ammu and Adi, Ammuma. Yeah, we are waiting for Hello, hello, Amma. Yeah. She's always angry bird. വിശന്ന് കുടല് കഴിഞ്ഞ് എൻ്റെ ആംഗ്രി ആണിത്. Refreshment butter from LIC. Your station. What's your drink? Let me know. You and me when you feel high. meters. 700 meters. അമ്മു, ഇത് നമ്മൾ വരാൻ പോകുന്നത്. ഇതാണ് വ്യാ കണക്ക. 500. ഇവിടെ അടുത്തെവിടെയാ? 180. We are near 90 meters. This is the Thotada Mane restaurant. കുഞ്ഞുട്ടാ, നമ്മളെത്തി. No, first time. We have reached Thotada Mane. So ഞങ്ങൾ എത്തി ഗൈസ്, തോട്ടത മനെ ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇറ്റ് ഈസ് ഇൻ ദി ഹെസർഗട്ട റോഡ്. പുറമേ കാണുന്ന പോലെ അടിപൊളി തന്നെയായിരിക്കും അകത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓ വാവ്, അടയ്ക്കാൻ മരമൊക്കെ ഉണ്ട്. ദി ആംബിയൻസ് ഇസ് സൂപ്പർ. സോ ഇവിടെ എല്ലാം അടയ്ക്കാൻ മരങ്ങളാണ്. അതാണ് തോട്ടത മന എന്നുള്ള പേര് വരാൻ കാരണം തോന്നുന്നു. സോ യു ക്യാൻ സീ ഫുൾ തോട്ടമാണ് ഇവിടെയാണെന്ന് തോന്നുന്നു. ഫുൾ ഓഫ് ഗ്രീനറി. ഓ, ചെറിയ ചെറിയ ഹട്ട് പോലൊക്കെ ഉണ്ട്. നൈസ്. മമ്മി ഈസ് വറീഡ് അബൌട്ട് ഓൾ പ്ലാന്റ്സ്. മമ്മിക്ക് ചെടി വേണം നോട്ടം. സോ ഞങ്ങൾ തപ്പി നടക്കുകയാണ് എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് കളി. അങ്ങനെ കുറേ ഹട്ടുകളുണ്ട് കേട്ടോ, കണ്ടോ. സോ ഇവരെവിടെയാണ്? ഏത് ഹട്ടാ? എന്താടി അവിടെ പോയിരിക്കുന്നത്? ഇറ്റ്സ് ജസ്റ്റ് നിയർ ടു ടോയ്ലറ്റ്. So they have chosen this place. Okay. ചേട്ടൻ അവിടേക്ക് നോക്കിക്കേ, അവിടെ ഏതെങ്കിലും സ്ഥലമുണ്ടോ ഇത്ര പേർക്ക് ഇരിക്കാൻ? നല്ല രസമുണ്ട്. കുഞ്ഞാ, ഇഷ്ടപ്പെട്ടടാ? സൂപ്പർ പ്ലേസിനോ? പിന്നെ ഇത്രയും കൊള്ളാം അല്ലേ? അങ്ങനെ ഓരോ റൂമുകളാണ്. അവിടെ ഉണ്ട്. ദേ ഇവിടെ ഒരെണ്ണം മഹേഷേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. വേളിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കണ്ണിലാവ് സിന്ദൂരത്തിന് മൂവന്തി. ഓക്കെ, 7+1 8. കൊള്ളാലോ. ഫാനൊക്കെ ഇടുന്നു. ഒരു നാടിൻ്റെ അന്തരീക്ഷം ഓടൊക്കെ ഇട്ടിട്ടുള്ള ഇതാണ്. സോ ഇത്ര വലുത് നമുക്ക് വിസ്താരമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സോ എവരിബഡി പ്ലീസ് ബി സീറ്റഡ്. ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാം. ഓരോ കുട്ടികളും ഓരോ സീറ്റോ ഓൾട്ടർനേറ്റ് ആയിട്ടിരുന്നു വിസ്താരമായിട്ടിരുന്ന് കഴിച്ചോളൂ. ശരി, ഞാനവിടെ ഇരിക്കുകയാണ്. കുഞ്ഞുട്ടൻ അവിടെ ഇരിക്കൂ. വൈക പ്ലീസ്. യാ, കുഞ്ഞുട്ടൻ ആസ് യൂഷ്വൽ മെനു എടുത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യൂ. വൈക ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിതായിരിക്കുകയാണ്.
ഇതിന്റെ മീശ പൊടിമീശ മുളയ്ക്കണ കാലം. ലാൽ ബഹദൂർ ശാസ്ത്രി കുറച്ച് ഡയലോഗൊക്കെ കൂട്ടണമായിരുന്നു. ആദ്യം പോയി ടീച്ചറിന്റെ കാല് പിടിച്ച് കിട്ടിയ റോളാണത്. ആ നന്നായിരുന്നു. വെജൊക്കെ ഉണ്ടോ? ഡിഫറെന്റ് വെറൈറ്റീസ് ഒക്കെ വെജില്ലേ? ഐ ഡോണ്ട് നോ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെജ് ഐറ്റംസ് വരുന്നത്. biryani, biryani rice, chicken kebab, veg biryani, tomato rice, veg fried rice, 100 little more water. ಆಮೇಲೆ ರೊಟ್ಟಿ ಉಂಟು. പിന്നെ അതിന് കറി വേണം. ರೊಟ್ಟಿ. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ആകെ ക്ഷീണിതരായിരിക്കുകയാണ്. ഞാനല്ല, ഈ മഹേഷ് ചേട്ടനാണ് കുളിക്കാൻ കയറി ഇത്ര ലേറ്റ് ആയത്. ഞാൻ ഇതൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ ലൈവായിട്ട് തന്നെയാണ് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ എനിക്ക് വോയിസ് ഓവർ ചെയ്ത് ഞാൻ മടുത്തു ഗൈസ്. അതുകൊണ്ട് എല്ലാം ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഗൈസ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ ഫുൾ അടയ്ക്കാൻ മരങ്ങളാണ് ഇവിടെ. സോ ഇതാണ് തോട്ടത മന എന്ന് പേര് വരാൻ കാരണം. ഫുള്ളും മരങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ കുഞ്ഞുട്ടൻ എല്ലാവർക്കും പ്ലേറ്റൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വെള്ളവും എത്തിക്കഴിഞ്ഞു. നമ്മളിനി ഫുഡിന് വേണ്ടി കാത്തിരിക്കുക. വിശന്ന് കുടലി കരിയുകയാണ് ഗൈസ്. അറ്റ്ലീസ്റ്റ് വെള്ളവും സ്പ്രൈറ്റും ഒക്കെ കുടിച്ച്. അതെ, അപ്പോൾ ഒരു ടിപ്പ് കിട്ടി. നമ്മൾ വിശന്നിരിക്കുമ്പം വെറും വയറ്റിൽ ഇങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത്. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കാമല്ലോ. നമ്മുടെ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. റൊട്ടി, പനീർ ബട്ടർ മസാലയാണ് വന്നിരിക്കുന്നത്. റൊട്ടി വന്നിട്ടുണ്ട്. ಕಮ್ಮಿ ಮಾಡಿ Baby corn. Okay, all right. So all the dishes are ready. So serve you. എല്ലാവരും ഭയങ്കര വിശപ്പിലാണ്. സമാധാനത്തോടെ കഴിക്കണം. എന്താടാ ഇപ്പോൾ വ്ളോഗിനോട് താല്പര്യമില്ലാത്തതാ? ഇതൊക്കെ ഒരു നോസ്റ്റാൾജിയ അല്ലേ? ഇതൊരു ഫുള്ള് വേണ്ടേ? അതിന് വേണ്ടിയാണ് എടുക്കുന്നത്. അടുത്ത സെറ്റ് എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഇസ് ബിരിയാണി. ദാറ്റ് ഇസ് ക്യാപ്സിക്കം ബജ്ജി, റൈറ്റ്? സോ ദിസ് ഇസ് കോൾഡ് ആസ് ക്യാപ്സിക്കം ബജ്ജി. This is chicken biryani. So why again the favorite chicken biryani is ready. That is tomato rice, veg fried rice, biryani rice and rice. Okay. This is called as capsicum bhaji. So the capsicum bhaji is similar like നമ്മുടെ മുളക് ബജ്ജി ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ്. Good. അതിൻ്റെ കൂട്ടൊന്നാണ്. പിന്നെ ഈ ബേബി കോൺ പെപ്പർ ഇസ് ഓൾസോ പനീറിൻ്റെ കൂടെ. ടൊമാറ്റോ റൈസ് ആണ്. സോ അമ്മു ഇസ് ഗോണ ട്രൈ ദിസ്. പറയുക എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മളൊരു പുറത്ത് പോയിട്ട് ടൊമാറ്റോ റൈസ് ഒക്കെ മേടിക്കുന്നത്. യൂഷ്വലി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ്. സോ ലെറ്റ്സ് സീ what is the flavor. Good. So ഇനി 2 റൈസും കൂടെ അവിടെ ഉണ്ട്. വി നീഡ് ടു ഫിനിഷ് ദാറ്റ്. നെക്സ്റ്റ് ഞാൻ ടൊമാറ്റോ റൈസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. So let's see how is the tomato rice. നല്ല സ്പൈസിയാണ്. ഗുഡ്. ഇങ്ങനെയൊക്കെ ബോക്സിലൊക്കെ കൊണ്ടുപോയ ഉച്ചയ്ക്ക് വാവ്, അടിപൊളി. നല്ല റെസിപ്പി. സൂപ്പറായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി. സോ ലെറ്റ് മീ. അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അല്ല, നമ്മളിപ്പോൾ ടൊമാറ്റോ റൈസിനകത്ത് വരും ടൊമാറ്റോ അല്ല, വെജിറ്റബിൾ റൈസ്. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ
കാര്യമായിട്ടുള്ളത് നല്ലപോലെ ട്രോളുന്നുണ്ട് എല്ലാവരും. ട്രോളട്ടെ, എൻ്റെ കുടുംബക്കാർ തന്നെയാണ് ട്രോളുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. നിന്നെ ഇത് സഹിക്കാൻ വരെ കറണ്ട് വരെ പോയി. ബിരിയാണി ഈസ് ഓൾസോ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേതിന് സ്പൈസി ഇച്ചിരി കൂടുതലായിരുന്നു, ഇതിന് അത്രയില്ല. സോ ഇറ്റ്സ് നൈസ്. സോ അടുത്തത് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് മൊത്തം ഞാൻ എങ്ങനെ തിന്ന് തീർക്കാൻ കഴിയാറില്ല. ഇപ്പം തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. കൊല്ലം നിന്നെ. ഞാൻ ഒന്ന് ബാക്കി വൈകുന്നേരത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. സോ ഞാൻ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിച്ചോ? ഇത് സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അധികം സ്പൈസി ഒന്നുമല്ല, വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡൺ. ചിലതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞങ്ങൾ പാർസൽ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വിഭവം. അപ്പം നിങ്ങളും ഇവിടെ വിസിറ്റ് ചെയ്യുക. തോട്ടത മനെ നല്ല ആംബിയൻസ് ആണ്. സോ നല്ല ഫുഡുമാണ്. ഇറ്റ്സ് ഗുഡ് ആൻഡ് റീസണബിൾ ഓൾസോ. ഓക്കെ, ബില്ലെന്തായാലും അത്ര ഇതായിട്ട് വരത്തില്ലെന്നൊരു വിശ്വാസം. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. സോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുറത്ത്. നല്ല രസമുണ്ടല്ലേ. ഒരാൾ തെങ്ങ കയറാൻ പോവാണ്. ഇറ്റ്സ് എ സ്മോൾ കോക്കനട്ട് ട്രീ. സോ ഹീസ് തിങ്കിങ് ദാറ്റ് ഹീ ക്യാൻ ഡു ഇറ്റ്. പറ്റില്ലല്ലോ കുഞ്ഞാ. ഏത് സ്റ്റിക്ക്? ഓ പിന്നെ നീ അങ്ങ് കുലിക്ക, ഇപ്പം വീഴാൻ പോലെ. ചെറിയൊരു കോക്കനട്ട് ട്രീ. നിങ്ങൾ പറയൂ, എത്ര ആയിരിക്കും നമ്മുടെ അമൗണ്ട്സ്? 1785. നിന്നെ കാണുന്നില്ല, കുറച്ച് വെളിച്ചത്ത് വന്നിക്കാമോ? 1785. ചേട്ടൻ എന്ന് പറയൂ, ഗസ് ചെയ്യൂ. ചേട്ടൻ 1785. ഹേ കള്ള, നിങ്ങൾ നേരത്തെ കണ്ടുവന്നു. ഓക്കെ ഗൈസ്, ആൻഡ് ഈവൻ ദി എമൗണ്ട് ഇസ് ഓൾസോ റീസണബിൾ. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ദിസ് തോട്ടത മനെ ഫാമിലി റെസ്റ്റോറൻറ്റ്, ഹെസർഗട്ട മെയിൻ റോഡ്. റെസ്റ്റോറൻറ്റ്, ഇംഗ്ലീഷ് ടീച്ചർ ഇസ് ടെല്ലിംഗ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ബൈ ബൈ. സോ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഹെസർഗട്ട ഫാമിലേക്കാണ്. അവൻ ഉറങ്ങിയിട്ടില്ല. നമുക്ക് ഫാമിൽ എത്തിയിട്ട് കാണാം. ബൈ ബൈ. സോ ഞങ്ങൾ ഹെസർഗട്ട ഫാം ഗ്രാസ് ലാൻഡിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് നോട്ട് എ ഫാം, ഇറ്റ്സ് എ ഗ്രാസ് ലാൻഡ്. എൻ്റെ മമ്മി പറയുന്നത് ഞാൻ നന്നായിട്ട് സംസാരിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തത് പൊക്കോണ്ടിരിക്കുന്നത് ഗ്രാസ് ലാൻഡ് സ്ഥലത്താണ്. ദേ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. നോട്ട് മൈ ഹസ്ബൻഡ്. അവിടെ ഫുൾ അവിടെ അടയ്ക്കാമരം തന്നെയാണ്. ഇവിടെ കൂടുതലും അടയ്ക്കാമരങ്ങളാണ് നമ്മൾ കാണുന്നത്. യാ, തോട്ടം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിള്ളേര് ഉറങ്ങാണ്ട് കാണുട്ടോ. ഈ ബ്യൂട്ടി ഒക്കെ ഒന്ന് കാണുക കുഞ്ഞാ. ഇവിടെ തന്നെ പോൾട്രി ഉള്ളതെന്നാണ് അവർ പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ആ വാക്ക് ചെയ്യത്തില്ല, ഹെസർഗട്ട ലേക്കിന്റെ ഈ സൈഡ് ഇതാണ്. ഇതാണ് ലേക്ക് കേട്ടോ. ഇഫ് യു ആർ ഗോയിങ് ദാറ്റ് സൈഡ്, അത് ലേക്ക് കേട്ടോ. ഈ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് വേണമെങ്കിൽ വാക്ക് ചെയ്യാം അമ്പലത്തിന്റെ അവിടെ. പക്ഷെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ആയിരുന്നു വന്നത്. അങ്ങനെ നമ്മള് സ്ട്രേറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം അല്ലേ. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ടേൺ പാരഡൈസ്. എന്ത് രസാന്ന് നോക്കൂ. ഉള്ളിലേക്ക് ഇവിടൊക്കെ ഒരു വീടൊക്കെ നമ്മള് കെട്ടി താമസിക്കണം. കുറച്ച് ഓക്കെ. ഒരു ബിസി സ്കെഡ്യൂളിൽ നിന്ന് മാറുമ്പോ നമുക്ക് ഇവിടെ വന്നൊന്ന് ഇതാക്കി. എവിടെ വാഴത്തോപ്പ്? ഓ അവിടെ 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 ഇവിടെ. ഓ ഇവിടെ ഒരു വാഴത്തോപ്പുണ്ട്, അവിടെ ഒരു ചെറിയ അമ്പലം പോലെ ഉണ്ട്. ഓ ഇവിടെ മരങ്ങളാണുള്ളത്. യു ക്യാൻ സീ.
യെസ്, ഈ സ്ഥലവും നല്ല രസമുണ്ട്. ബോത്ത് ദ സൈഡ്സ് ട്രീസ്. മ്യൂസിക് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ പിന്നെ അവര് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് നമുക്കിട്ട് പണി തരും. ദാറ്റ്സ് എ പ്രോബ്ലം. ഡക്ക് യൂണിറ്റ് ആണുള്ളത് ഈ ഭാഗത്ത്. See, here also there is a temple. There also one Oh, here there is a school also. bus. ഏത് സ്കൂളായത്? ഇതിന്റെ പേര് നല്ല സംതിങ് എഴുതി വെച്ചിട്ട്. ഓ, ഇത് CPDONIT. ഇറ്റ് ഇസ് എ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ അനിമൽ ഹസ്ബൻഡറിയുടെ ഇതാണ്. സോ Hi, brother. ജ്യോതി വിദ്യാലയ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതാണ് ഈ സ്കൂളിന്റെ പേര്. ഇവിടെയാണ് പോൾട്രി യൂണിറ്റ് ഉള്ളത്. സോ ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് കേട്ടോ ഈ ഏരിയ ഫുള്ള്. Yes. അവിടെ ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഈ മഹേഷോട്ട് എങ്ങനെയാ എന്തെങ്കിലും ഒരു വ്യൂ എടുക്കാൻ പറ്റും, ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിച്ചോണ്ട് പോകും. പതുക്കെ പോകും, നമ്മൾ ആസ്വദിക്കാൻ വന്നതാണ്. നിങ്ങൾ പതുക്കെ പോകൂ. Monkey ever. We didn't find the monkey. Amma monkey nan kande. കണ്ട്, പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അച്ഛൻ ഭയങ്കര സ്പീഡ് കൂട്ടി. Achcha speed aani. ആൻഡ് ദിസ് ഇസ് അനദർ പോൾട്രി യൂണിറ്റിന്റെ എനിക്കൊന്ന് ഫ്രഞ്ച് വ്യൂ ആണിത്. നമ്മളപ്പോൾ അതിന് സൈഡിൽ കൂടെ ആയിരുന്നു കുറച്ച് മുന്നേ വന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ speed ക്ക് പോയിട്ട് ഞാൻ monkey കണ്ട്. മങ്കി കണ്ടില്ല, നീ മൂക്കുകൊണ്ട് സംസാരിക്കുക. ഫുൾ ഗ്രീനറിയാണ് നമ്മുടെ സിറ്റി ലൈഫ്. ഈ ഒരു സൈഡിൽ മൊത്തം ഗ്രീനറിയാണ്. ആർക്കെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് ഡു കം ത്രൂ ഹെസർഗട്ട. സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഈ വ്യൂ കാണാം, ആകാശവും ആ രണ്ട് ട്രീസ്. സോ ബ്യൂട്ടിഫുൾ അല്ലേ? എന്ത് രസം നോക്കൂ. വാവ്, വെരി നൈസ് വ്യൂ. അടിപൊളി. Bye. ഒരു ഹനുമാന്റെ അമ്പലമൊക്കെ ഉണ്ട്. ആൻഡ് Not here. You can see. Here both three we cannot see. സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടൊക്കെ നമുക്ക് Mama sound കേട്ടോ. ഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ആരെ കേട്ടോ? ദിസ് ഇസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. പക്ഷെ എനിക്കറിയത്തില്ല ഇവിടൊക്കെ എങ്ങനെ ആൾക്കാർ ഒന്ന് താമസിക്കുന്നത്. ഒരു അവർക്ക് സ്വന്തമായിട്ട് വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇരുട്ടൊക്കെ ആകുമ്പോൾ എങ്ങനെ? ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അച്ചുവിൻ്റെ കോളേജ് ഇല്ലേ അമ്മു, അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് അവിടെ വേറെ ബസ് റൂട്ടൊന്നുമില്ല, അവരുടെ കോളേജിൻ്റെ. സോ ഇതും അത് തന്നെയാണ്, സെൻട്രൽ ഫ്രോസൺ സെമൻ പ്രൊഡക്ഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. കുറേ സംഭവങ്ങളുണ്ട്. ദിസ് ഇസ് ഓൾസോ സെയിം എക്സലൻസ് ഓഫ് അനിമൽ ഹസ്ബൻഡറി. സോറി, സോ ബ്യൂട്ടിഫുൾ. ആ ഒരു അപ്പുറത്തെ വ്യൂ നോക്കിക്ക് എന്ത് രസമാണ്. ഇവിടെ നോക്ക്. ലൈവ് സ്റ്റോക്ക്. സ്റ്റേറ്റ് ലൈഫ് സ്റ്റോക്ക്. ഇതിവിടെ പശുക്കളാണ്. ഇവിടെ പശുക്കളാ, അതിനുള്ള പുല്ലാണ് അവിടെ വളർത്തണേ. അതിന്റെ സൈഡ് ബസ്സിൽ മൊത്തം അടിപൊളി. ആ സൈഡൊക്കെ നല്ല രസം. പുതിയ വീട്. കുട്ടി കഴിഞ്ഞ നല്ല ഇതുണ്ട്. നല്ല വ്യൂ ആണ് അവിടെ നിന്നൊക്കെ. ഇവിടൊക്കെ നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വെഡിങ്ങിന്റെ പ്രീ ഷൂട്ട്, അതിനൊക്കെ ഈ ഏരിയ സൂപ്പർ ആട്ടോ, അടിപൊളി. വാവ്, സൂപ്പർ. അവിടെ നോക്കൂ, ഫുൾ ഗ്രാസ്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ഗ്രാസ് ലാൻഡ്. സോ ആൾക്കാർ ഇവിടെ നിന്നാന്ന് തോന്നുന്നു പശുവിന് പുല്ലൊക്കെ കെട്ടി കൊണ്ടുപോകുന്നത്. യു ക്യാൻ സീ പീപ്പിൾ ആർ അവരവിടുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ. ഗ്രാസ് ഇവിടെ നിന്നൊക്കെ വെട്ടിയിട്ടാണ് ആൾക്കാർ അവരുടെ പശുവിനും അനിമൽസിനൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നത്. ആൻഡ് ദിസ് ഏരിയ ഈസ് സോ ബ്യൂട്ടിഫുൾ. ടാക്കിയല്ലേ ഇത്? ഗ്രാസാമേ. ചോളം പിന്നെ കരിമ്പൊന്നുമല്ല. ഇത് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഗ്രാസിനെ നിങ്ങൾ ഗ്രാസിനെ പിന്നെ കരിമ്പെന്നും ഷുഗർ കെയിനും ഒക്കെ പറയുന്നത്. ഓൾറെഡി ടോൾഡ്. അതന്നെ ഇവിടെ അനിമൽസ് അല്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട. മൃഗങ്ങളെ അവിടെ നമുക്ക് കാണാം. അങ്ങ് ദൂരെ നമുക്ക് കാണാം. അവിടെ കുറെ പശുക്കളും
കല്ലോ പശുക്കളൊക്കെ കാണാൻ പോകും. സോ അവരെ നോക്ക് ഗേസിങ്ങിനെ വിട്ടിരിക്കുകയാണ്. സോ ഗ്രേസിങ്. സോ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗ്രാസ് ഒക്കെ വളർത്തുന്നത്. കണ്ടോ, ഗ്രാസ് ലാൻഡ് ഈ അനിമൽസിന് വേണ്ടിയിട്ടുള്ളതാ. കണ്ടോ, അവിടെ അവർ കൊണ്ടുപോകും. ഡോങ്കി ചൊല്ലി കൗവാണുള്ളത്. കൗവും പശു ഒന്നല്ലേ. സോ ദിസ് ഇസ് ആനുവൽ കോൺട്രാക്ട് സർട്ടിഫിക്കേഷൻ ആൻഡ് സർവീസ്. സോ വി ഹാവ് റീച്ച്ഡ്. നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവര് പോയി വീടൊക്കെ വെച്ച്. ഇത് കണ്ടോ, വാവ്, നോക്കൂ, കണ്ടോ അവിടൊക്കെ വെള്ളം കണ്ടോ. നല്ല രസമുണ്ട് ഇത്. ഡക്സ് ഡക്കുണ്ട്. എല്ലാവർക്കും ഡക്കുണ്ട്. ആ പാട്ടാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. ഈ ഒരു ലൊക്കാലാണല്ലോ. സോ ഇതൊക്കെ സ്റ്റാഗ്നന്റ് വാട്ടറാ, അതുകൊണ്ട് ഒരു ഡർട്ടി സ്മെല്ലൊക്കെ ഉണ്ട്. സോ മഹേഷ് ഏട്ടന്റെ ഒരു കസിൻ ഇവിടെയാണ് താമസിക്കുന്നത്. അവരിവിടെ താമസിച്ചിരുന്നത് അല്ലേ. അവര് ഈ കാറ്റിൽ ഇതിന്റെ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ ക്വാർട്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് ചക്കയൊക്കെ ഇട്ടിട്ട് പോകും. സോ കഴിഞ്ഞു കേട്ടോ. ചക്ക ഇട്ട് അവര് കൊണ്ടുപോകും. ഇതൊക്കെ മനസ്സിലാക്കണ്ടല്ലേ നിങ്ങൾ. എന്നെ മലയാളം നോക്കിട്ട് ഇത് കണ്ടോ. ഇവിടുന്ന് ഞാനേ മുന്തിരി എടുത്തിട്ട് ഞാൻ നമ്മളോട് വിൽക്കാറുണ്ട്. അല്ലെന്ന് വൈൻ ഉണ്ടാക്കും, ഞാൻ അവിടെ കൊണ്ട് വിൽക്കാറുണ്ട് ഞങ്ങളുടെ കടയിൽ. ഈ മുന്തിരി തോട്ടുന്നത് എക്സാക്ട്ലി. ഇവിടെ നമുക്ക് മുന്തിരി അങ്ങനെ കിട്ടുമോ? ഇല്ല, ഇപ്പൊ സീസൺ അല്ല. സീസൺ ഉള്ളപ്പോ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് പറിക്കാറുണ്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ വീഡിയോയിലൊക്കെ. ഞാൻ ഇവിടെ പിന്നെന്താ കയറാം. ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. അവിടെയാണ് ഇതുകള്. അത് കരിമ്പാണ് മഹേഷ്. ആ മഹേഷേട്ടൻ ഇവിടെ നിന്നാണ് കരിമ്പൊക്കെ. ആ കരിമ്പ് ജ്യൂസ് ഒക്കെ ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. ഇവിടെ ചോളം എല്ലാം ഇവിടെ നിന്നാണ് ചേട്ടൻ കൃഷി. ഇവിടെ അപ്പുറത്ത് അവിടെ 2 ഏക്കർ ഫാം ഉണ്ട്. അതെ, ഇതെല്ലാം എന്തൊരു ആഗ്രഹങ്ങളാ. ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാലോ. ആരെങ്കിലും ആവട്ടെ, ഭൂമിയെല്ലാം നമ്മുടെ സ്വന്തം എന്നല്ലേ പറയാം. ഇവിടെ ആൾക്കാരൊക്കെ നമുക്ക് വാഴയൊക്കെ കൊണ്ടുവന്നത്. ബിക്കോസ് നാളെ വരമഹാലക്ഷ്മി ഹബ്ബയാണ്. അപ്പൊ ഇവിടെ എല്ലാരും ഹബ്ബയുടെ ജോഷിലാണ്. ഇപ്പൊ ഗ്രേപ്പിന്റെ സീസൺ അല്ല. അവിടെ ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരാണത്. കണ്ടോ, പറയാൻ പറ്റില്ല. ചേട്ടൻ വീട് കെട്ടി കൊടുത്തതാണ്. അതില്ല അവരാണ് ഇവിടെ. ഓ നഴ്സറി. ഇവിടുന്ന് ആൾക്കാർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. നമുക്ക് മമ്മിയോടെ ഇറക്കി വിടാം. മമ്മിയോട് സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ശരിക്കും ഇവിടേക്ക് വന്നിട്ടൊരു ലാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ, ഇങ്ങനെ കണ്ടില്ലേ ഓരോരുത്തർ വീട് വെച്ച് കാറൊക്കെ ഉള്ളവര് ബൈക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പം ഈ ഗ്രാമമൊക്കെ കാണുമ്പോൾ റിയലി നമുക്കൊരു കേരള ഫീലാണ് വരുന്നത്. ഇത് ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. അത് പ്ലാന്റ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ്. അല്ല ചിലരില്ലേ മഷ്റൂം വാടകയ്ക്കില്ലേ സ്ഥലം വാങ്ങിച്ചിട്ട് അവരിങ്ങനെ കീരി പോകുന്നു. അപ്പൊ ഇവിടെ പാമ്പുണ്ട്.
ഐ സോ വൺ മംഗൂസ് ഹിയർ. അയ്യോ അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇനി ചേട്ടാ സ്ഥലം ഇനി എന്താ സ്ഥലം ചേട്ടാ? ഈ ഭൂമി ഉരുണ്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? സ്ഥലമില്ല. ഒരേ റൂട്ട് തന്നെയല്ലേ ചേട്ടാ? പോ. അല്ല അതൊക്കെ നമ്മള് വല്ലപ്പോഴും ഇവിടെ എല്ലാവർക്കും വരാം. ഇവിടൊക്കെ ബോട്ടിൽസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. സോ അപ്പൊ നമ്മൾ ഫുൾ ഹെസറുകട്ട എക്സ്പ്ലോർ ചെയ്യുകയാണ്. ആണോ ഉണ്ടോ? 33 വയസ്സ് 37 ഞങ്ങളുടെ 35 വർഷത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ 2 വർഷം എന്തിനാ കുറച്ചത്? 35 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. 3 കൊല്ലം കൊണ്ട് പറയോ ചേട്ടാ? 35 നോ 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 2 വർഷം പോകുന്നുണ്ടായില്ല ജനിച്ചിട്ടേ. യാ ഹനുമാൻജി. ഹനുമാൻ കരിക്ക് സർ പെട്രോൾ പമ്പ് ഏരിയല്ലേ? പെട്രോൾ പമ്പ് നോ പെട്രോൾ പമ്പ്. ചേട്ടൻ ഇവിടെ പെട്രോൾ പമ്പ് ഒക്കെ ചോദിക്കാം. ആ കണ്ടു യാ എയറോപ്ലെയിൻ. അപ്പൊ ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് കടക്കുകയാണ്. അത് ഏതാ ഗ്രാമമൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് നെയിം ബോർഡ് കാണുന്നില്ലല്ലോ. ഏത് ഗന്ധതകുടി, അത് നമ്മുടെ പുനീത് രാജ്കുമാറിന്റെ ഇതാണ് ഫിലിം. ഇവിടൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഓൾ പോൾട്രി ഫാമും ഡക്കിനെ വളർത്തുന്നതും അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ ഈ ഗ്രാമത്തിൽ കുറേ വീടുകളൊക്കെ കാണാം. എവിടെയാ എയറോപ്ലെയിൻ? അത് കാക്കയാണ് കുട്ടി. കാക്ക എയറോപ്ലെയിൻ. ഓ ഇവിടാണ് ദ്യാത്ത. ദ്യാത്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഏത് അവിടെ നമുക്ക് കണ്ട ഒരു വീട്ടിലെ കച്ചിയൊക്കെ കാണാം. നമ്മൾ കേരളത്തിലാണ് അതൊക്കെ കണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഇവിടെ ഒരു എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ കൂടെ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാനല്ലേ വ്ളോഗ് എടുക്കുന്നത്, നീയല്ലല്ലോ. ഷോ എന്റെ അമ്മച്ചി. ഇത് വന്നിട്ട് വന്ദനകളോ നന്ദിയുണ്ട് പുനഃ ബന്നീന്ന് വീണ്ടും വരാനെന്ന്. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വന്ദനകളോ. ഇപ്പൊ വേറൊരു ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അതെ 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 പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ. സോ ഈ ഒരു ഹെസറുകട്ട ഭാഗത്ത് യു ക്യാൻ സി എല്ലാവരും കൃഷിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഫുൾ കോളിഫ്ലവർ അത് ഇതാക്കിയിരിക്കുകയാണ്. എനിക്ക് സോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇനിയും ഭാരതത്തിന്റെ മുന്നോട്ടുള്ളത് എല്ലാവരും കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ്. ഡെഫിനറ്റ്ലി വരുമാനം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ അഗ്രികൾച്ചറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക. So this area is fully farming and agriculture. Farming is also there. See, ഈ ഏരിയ മൊത്തം ഈ മിക്കവാറും ഇത് സൈറ്റ് ഫോർ സെയിലാണ്. അപ്പോൾ അവർ ലേ ഔട്ട് ഒക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് അന്വേഷിക്കാം. നമ്മൾ ഹെസറുകട്ടയിൽ നിന്നൊക്കെ മാറി ബ്യാത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ആൻഡ് വീണ്ടും നമ്മൾ ഹെസറുകട്ടയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂക്കാലിയുടെ മരമുണ്ട്. നമ്മളിപ്പോൾ അതുവഴിയാണോ വന്നത്? തിരിച്ച് ആ റൂട്ട് വഴിയല്ലേ പോകേണ്ടത്? പക്ഷേ അതെ മധുർ ടെമ്പിൾ റോഡ്.
ഇവിടെ മതിയാട്ടെ, ഇവിടെ നല്ല രസം. ഇവിടെ മതിയോ? ഇവിടെ മതിയാ? കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ പക്ഷെ അവിടെ ഈ അപ്പുറത്തെ side നല്ല shooting ആണ്. വണ്ടികളൊക്കെ ശ്രീ രാഘവേന്ദ്ര മാംഗോ ഓർക്ക്. തിരിക്കുണ്ടാവും കൂടെ പാർക്ക്. പറയുന്നേ എവിടെ വേണ്ടത്? ഇവിടെ 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 ചെയ്യോ? ഇവിടെ ചെയ്യോ? ഈ പുല്ലില്, ഈ പുല്ലിൽ ഇവിടത്തെ നമ്മൾ അതിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. ഇത് വേറെ സൈഡ്, അത് ഇപ്പുറത്തെ സൈഡ്. ഏതോ റോഡ് ഒന്ന് ചാടിപ്പോയി. ആ ഹനുമാന്റെ അടുത്തുള്ള ഹിന്ദ് ഫാം. ഹിന്ദ് ഫാം ദേ ഇവിടെ കൊള്ളാലോ അമ്മു. വെരി നൈസ്. അമ്മ ഇതെടുത്തു. എന്താ കുഞ്ഞാ അക്കി ഇതാടാ. ഇന്ന് നിങ്ങൾ കണ്ടത് നേച്ചറാണ്, നേച്ചർ ബൗണ്ടി. നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ് നിങ്ങൾ കണ്ടത്. ഫാമിങ്ങിനെ കൊണ്ട് കുറേ ഫാമിംഗ് കണ്ടു. അതോ അവിടെ ഇരിക്കുന്നുണ്ടോ ഒരാൾ? അമ്മ സി ലുക്ക് ടോപ്പ്. 1 2 കുഞ്ഞൊരു കുരങ്ങുണ്ട് അവിടെ. അമ്മ 3 no 4 കോൺ നമ്മളെ പോയി ഒരു കുരങ്ങ് മേളിൽ ഇരിക്കുന്നുണ്ടോ വീടിന്റെ മുകളിൽ? ആ വീട്ടില് മോന്റെ തെണ്ടി വീട് അതിന്റെ ഉള്ളില് പോയി ജാലി ക്രോസ്. ഇല്ലോ ഇല്ലോ. ഇതോ ചേട്ടാ രണ്ടെണ്ണം കണ്ടോ? കണ്ടോ കണ്ടില്ലേ നിങ്ങള്? കണ്ടു. വൈകി നോക്കണേ അവിടെ. സൂം ചെയ്ത് കാണടി. വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ആർക്കറിയാം വണ്ടി കണ്ടിട്ട്. മൈക്ക് ഷൂട്ട് ചെയ്യണ്ടോ? മൈക്ക് ഷൂട്ട് ചെയ്യണ്ടോ? രണ്ടെണ്ണം എന്തോ അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ടോ നീ? നേരെ കുട്ടി രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അത് 3 പീകോക്ക്. ഫോക്കസ് ചെയ്യും. വലിയ വണ്ടി വരണേ വിളിക്കോ. കുഞ്ഞാ ഗോ 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 why did you come here go? ആട്ടുകുട്ടികളെ ആടുജീവിതം. നമുക്ക് ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ കാണാം. അയാൾ ഇങ്ങനെ വന്ന് പെട്ടതാണ്. ദേ അവിടെ ഒരാള് നിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ അയാളെ? ദോ മണ്ടക്ക് കയറി നിക്കുന്ന ആള്. ആ തക്കാളി. മമ്മിക്ക് എന്നാലും ഇത് കാണുമ്പോ ആക്രാന്തമാണ്. മമ്മിക്ക് ഇതൊക്കെ കാണുമ്പോ ആക്രാന്തമാണ്. എല്ലാവരും ഇവിടെ തന്നെയാണ്. മാഷാ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എന്തായാലും നമ്മള് വെജിറ്റേറിയൻസ് ആയി. നമുക്ക് ഇവിടത്തേക്ക് കൃഷിയൊക്കെ ചെയ്ത്. എടി നിനക്ക് വേണ്ടി ഞങ്ങൾ 2 കോഴി വളർത്തുന്നതായിരിക്കും. നീ വിഷമിക്കണ്ട. ഇത് നോക്കി ബ്യൂട്ടി എന്തൊരു രസാന്ന്. സൂപ്പർ ഭംഗിയുള്ള ഒരു രാത്രി അമ്പലം കണ്ടോ? നടുക്കൊരു അമ്പലം. ഇത് കാണുമ്പോ ഉടനെ എനിക്ക് വരുന്ന ഇതാ കൂട്ടിൽ നിന്ന് അല്ല മറ്റു പാട്ടൊന്ന് പാടം ഈ മരങ്ങൾ കാണുമ്പോ അവർക്ക് പാടമായിട്ട് തോന്നുന്നുണ്ട്. എടി ആ പാട്ട് അങ്ങനല്ലടി മണ്ടി. അവരെന്തോ ഊട്ടി പോയിട്ട് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. വാവ്, ഇതും നമ്മളെ പോലുള്ള ആരുമാണ് വഴിതെറ്റി നിൽക്കുകയാണ് ഗൈസ്. എന്ത് ഭംഗിയാണ് ഈ മേഘങ്ങൾ കാണാൻ, ആകാശവും ഈ പച്ചപ്പും ഒക്കെ. സോ ബ്യൂട്ടിഫുൾ. ആ അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ആ പാട്ട്. അതിന് we translated it's a delivery excellence. It's a logistic. മനസ്സിലായി. No, we don't want to play here. Okay, we don't want to play here. No, let's go. Let's go to home. I want to sleep.